ഹലോ ചങ്ങായിമാരെ, നമ്മളിന്ന് തോട്ടില് മീൻ പിടിച്ചുള്ള പരിപാടിയാണ്. ഇവരാണ് നമ്മളെ മീൻ പിടുത്ത കാരം. തോട്ടില് നമ്മൾ ഇവിടെ തണ്ടാടി വെട്ടും, ഒരു സെറ്റാക്കും. കണ്ടോളി സംഭവം. മീൻ ചാടലൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം പുതുക്കത്തിൽ ചാടുള്ളൂ. പക്ഷെ നമ്മളിപ്പോഴാണ് ഒരുങ്ങി വന്നത്. നമ്മൾ ആങ്ങി ഒരുങ്ങിയപ്പോൾ മീനൊക്കെ കഴിഞ്ഞോന്നാവോ. നമ്മൾ നാട്ടിലത്തെ തോടാ മക്കളെ, നമ്മൾ സ്വന്തം പറമ്പ്. എവിടെ അതിൽ പൂക്കുന്നുണ്ട്. പിന്നെ എന്നാ കൊണ്ടെടുത്തോണ്ടേ എടുത്ത് തന്നെ വേണ്ടി വേറെ കൊണ്ടും കണ്ടി എന്താ കളിച്ചത് അവർക്ക്. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെയൊക്കെ ഫുള്ള് നിറഞ്ഞിട്ട് 2 ദിവസം പോയി. പക്ഷെ നമ്മൾ നാട്ടില്ല. നമ്മൾ എപ്പോഴല്ലേ ഇവിടെ പൊന്തുള്ളൂ. പൊന്തുമ്പൊക്കെ ഇവിടെ വെള്ളം കഴിഞ്ഞ് തേരാ കലങ്ങി കുത്തി മലിഞ്ഞ് വരികയെന്ന് നിറഞ്ഞൊഴുകിയെന്ന്. ഇപ്പോൾ കണ്ട കലക്കൊക്കെ കുറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഫോട്ടോ കളി കഴിച്ച് നടക്കുന്നാലും അങ്ങട്ടെ ഇതൊരു മാലക്കം. ഓരോ എടുത്ത് വരുമോ ഗൈഷ്? നമ്മളെ പിന്നെ ഫുള്ള് നമ്മളെ പേരെ പാടത്തായതുകൊണ്ട് അങ്ങനത്തെ ഒരു നാച്ചുറാലിറ്റിയാണ് നമുക്കിവിടെ. കൊതും കടിച്ചിട്ടുണ്ടായിട്ട് അടി കൂടെ വല്ലാത്തൊരു മലക്കം ഗൈഷ്. നമ്മളെ ആ വളവിൽ കട്ടുള്ള പരിപാടിയാണ്. ആ വളവ് നടക്ക് 6 മണി നേരത്തിലെ കൊണ്ടാട്ടം. പണ്ട് നല്ല വീതിയുള്ള വരമ്പായിരുന്നു. എന്താ ഇത്? ഇതിപ്പോൾ അങ്ങനെ സിറാത്ത് പാലത്തിൻ്റെ മാതിരിയാണ്. ചൊല്ലി ഈ ലെവലിലേക്ക് എത്തിക്കുന്നത്. നടക്കാൻ കണ്ട് ചേന മക്കളെ, ചേന കാണാത്ത കണ്ടോളൂ. നിങ്ങളെ നാട്ടിൽ എത്ര പറയാമെന്ന് നമുക്കറിയില്ല. നമ്മളെ നാട്ടിൽ ചേനാന്ന് പറയും. ഫുള്ള് മീൻ. ഇവിടെ ഒക്കെ രാത്രി ഇങ്ങനെ കയറി പോകുന്നുണ്ടാവും. നമ്മൾ കടന്നുറങ്ങുക വയ്ക്കുക. പക്ഷെ നമ്മളിന്ന് പോവും. കടന്നുറങ്ങാൻ നമ്മൾ നാട്ടിലുണ്ടാവില്ല, അതാണ് പ്രശ്നം. ഇത് പുൽപ്പാടം. ഇത് പജ്ജുകൾക്ക് തിന്നാൻ മാത്രമുള്ള പുല്ലാണ്. കണ്ടോ പുല്ലരി കണ്ടോ? പജ്ജ്. ഞങ്ങൾ ഈ പശുവൊന്നും ഇതൊന്നും അങ്ങനെയൊന്നുമല്ല. നമ്മൾ പജ്ജ്. എന്താണ് ഞാൻ നടക്കാൻ കട്ടെ ഒരു കുട കൊണ്ട് വന്നിക്കുക ഇല്ല. ആ വരുന്നതാണ് ഇവിടുത്തെ നാട്ടിലെ മുക്കുവാൻ അംസു. മിസ്റ്റർ അംസു എന്താ മുക്കുവാൻ അംസുവാണ് വരുന്നത്. നാണം വന്നു മൂപ്പർക്ക്. നാണം വന്നു ഓടി തണ്ടാടി എടുക്കുവാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് കൊല്ലം പിടിച്ചോ? ട്രൗസർ എടുക്കുക. അതിന് കുഴപ്പം ഇറങ്ങാണ്. നമ്മൾ കരയപ്പത്തുനിന്ന് കാണുക. കാരണം നമുക്ക് വെള്ളം അലർജി ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. നനയാൻ പറ്റില്ല. എന്തില്ല കേട്ടാ കണ്ട്. ഇന്ന് നമ്മൾ മീൻ ചാറ്, മീൻ പൊരിച്ചത്, ആകെ മൊത്തം മീനിൻ്റെ ചറ പറ കളിയേക്കാരം. നമ്മൾ നാട്ടിൽ വേണ്ട മനസ്സിലായി. നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ. ഫോൺ അടിച്ചാൽ ഇപ്പോൾ ഡോട്ട് ഡിസ്റ്റർബാണ്. ഇവിടെ പോലെ തളം കെട്ടിക്കണു പേരിന്. പക്ഷെ എന്താ വെച്ചാൽ അവർ പരലൊരു നീർക്കുലി അത്ര ചാടിയത് ചെങ്ങായി കെട്ടിയതാ. പക്ഷെ വെള്ളം കൂടിയിട്ട് ആകെ മൂഞ്ചി. കെട്ടിയത് പാലക്കാടെത്തിയോ? ആ പോട്ടെ, ഞാൻ ചാടണോ? തണ്ടാടി കെട്ടും. തണ്ടാടി ചിലവര് വിലങ്ങ് കെട്ടും, അരുകൂടിയും കെട്ടും. വിലങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അത് സീനാണ്. എന്താ വെച്ചാൽ ഒന്ന് ഒലിവ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല ഈ ചണ്ടി കണ്ടാൽ ഈ കച്ചറകളൊക്കെ ഇങ്ങനെ വരും. സ്വീപ്പാ കുട്ടിക്കാലത്ത് കൂടെ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു കെട്ടിത്തേക്കുന്ന പരിപാടിയുണ്ട്. ഈ കണ്ടത്തിൻ്റെ ഈ മുക്കും മൂലയൊക്കെ ഇങ്ങനെ കെട്ടുക, അത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മീനുകളൊന്നും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിനകത്ത്. അതൊക്കെ എങ്ങനെ വെച്ചാൽ കാണിച്ചു തരണം. നമുക്കത് പറയാനൊന്നും വയ്ക്കണില്ല. വണ്ടിയിൽ ഉറുമ്പും കടിച്ചിന്, കൊതും കടിച്ചിന്, ആകെ പ്രശ്നമാണ്. നടക്കട്ടെ പോട്ടെ. കൊണ്ടാണ് ഈ ബേജാറാണ്. നമ്മൾ വരാം. ഐ ആം റെഡി ടു സ്വിമ്മിങ്. അവിടെ നമുക്ക് കാലത്തൊന്നുമില്ലേ? സെറ്റല്ലേ? കുണ്ട് കുറച്ച് അപ്പുറത്തെ കാരം. ഒലിവ് നോക്കിയാൽ മതി. വലിയ കുണ്ടൊന്നുമില്ല. ഞാൻ ചെറിയ കുണ്ടുണ്ട്. പക്ഷേ ഒലിവുണ്ടാവും. ഈ കാണുന്ന ഇങ്ങനെ മേലെ കൂടെ ഇങ്ങനെ വെള്ളം പോകണം നോക്കണ്ട. അടി നല്ല ഒലിവുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിയണ തോടാ, വിഷയമല്ല. ഒലിച്ചു പോകുന്നില്ല, ബേജാറാണ്ട. പെട്ടെന്ന് തന്നെ വെള്ളം കൂടിയിട്ടുള്ള സീനൊന്നും ഇവിടെ ഇല്ല. മഴയുമ്പോൾ ചെറിയ രീതിയിൽ വെള്ളം വരും. പക്ഷെ എന്നാലും അതൊക്കെ നമുക്ക് അറിയണ തോടാ. നമുക്ക് ഓരോ കുണ്ടുകളും അറിയാം, വിഷയമല്ല ഒന്നും. ചിലർക്ക് ബേജാറാവുക, ചെക്കൻ പോവുമോ ഒലിച്ചു പോകുമോ എന്നേ. അതൊന്നും ബേജാറ ഒരു പ്രശ്നമല്ല. ഫുൾ കോച്ചിങ് ആണ്. തന്തപ്പടിയാണ് നിൽക്കുന്നത്. ഓൻ്റെ തന്തപ്പടിയാണേ, ആ മഹാന്റെ തന്തപ്പടിയാണ് നിൽക്കുന്നത്. ഫുൾ കോച്ചിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്.
അപ്പം മീൻ കുറച്ചായിട്ട് വന്ന് നോക്കിയപ്പോൾ മീൻ ഉണ്ടാവുന്നില്ല നോക്കുക. നെഫി ഇതോട് കൂടി വൈറലാവുന്നൊക്കെ തോന്നുന്നത്. അതാ നോക്കിയാൽ ചിർച്ച ഓനാ മീൻ പിടിച്ചു നോക്കണ്ട. ആളെ MBBS ആണ്, കളിയല്ല. ആളെ MBBS ആണ്. മീൻ പിടിച്ചു നോക്കണ്ട. മീൻ പിടിച്ചാനായിട്ട് അവിടുന്ന് വണ്ടി കയറി വന്നതാ. അപ്പം പിന്നെ അതൊന്നും ഫൈറ്റ് ആക്കിയതാ. ഒരു തൊയ്യം മഴ പെയ്ത് പറഞ്ഞപ്പോൾ ചാടിക്കണം കേട്ടേ. വന്ന മീൻ പിടിച്ചാൽ ഇപ്പം എന്താ വെച്ചാൽ നമ്മളെ കുളം മറ്റിച്ചിട്ട് പോട്ടുള്ളൂ. പെരിത്തെ കുളേ നമ്മളെ ചെയ്യുമ്പോൾ ലാസ്റ്റ് ആസാനം ഇറങ്ങുന്നുണ്ട്. കോച്ച് ഇവിടെ കരഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ അങ്ങനെ കേട്ടാ ഇങ്ങോട്ട് കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കന്മാർ നടക്കില്ല. ചെക്കന്മാർ അങ്ങോട്ട് ഇവിടെ വലിച്ചാണ്. അപ്പോൾ അവസാനം മൂപ്പര് ഇറങ്ങി കണ്ടോ, കളത്തിലേക്ക് ഇറങ്ങി. കോച്ചംസു എന്താ വെച്ചാ ടൈമാണ് ഒന്ന് വൈകി. എന്ന് വെച്ചാൽ ആ പുതുക്കത്തിൽ അവിടെ അവർ തേങ്ങ പോണു. തേങ്ങക്ക് ഇപ്പോൾ എത്ര 56 57 വില തോന്നുന്നു. പിന്നെ ഇതെന്താ വെച്ചാൽ മായാണ് പുതുക്കത്തിൽ പറ്റുമ്പോൾ വരണം. അപ്പോൾ കെട്ടണം. അപ്പോൾ നല്ല കിട്ടൽ കിട്ടും. കിട്ടിയെന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു കുർത്തിക്കുഴിയുടെ നമ്മുടെ നാട്ടിൽ സ്ഥലമുണ്ട്. സ്ഥലമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ. നമ്മൾ പെരിയെന്നൊക്കെ നോക്കിയാൽ കാണും. അവിടെ കുരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വേറെ സെറ്റപ്പ് ഉണ്ട്. ഇതേപോലത്തെ അത് കാണിച്ചു തരാം. അതിനൊന്നും നമുക്ക് ഒഴിവുണ്ടായില്ല. നമ്മൾ നാട്ടിലുണ്ടായില്ല. വെറും കറക്കാടി. അപ്പോൾ വല ഇവിടെ ഒരു വേറെ സെറ്റപ്പ് കെട്ടിയതാണ്. വള്ളം കൂടി മായോടി ഇപ്പോൾ ആ ദൂമായതാണ്. ഇനി നോക്കിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചിലപ്പോൾ അത് അവർ പറഞ്ഞിട്ടുണ്ട്. കണ്ട വന്താച്ചി ഇനിയുണ്ടോ? അപ്പം മൊത്തം മന്തിക്കടാ. മൊത്തം മന്തിക്ക് ഇല്ല. ഇനി മറ്റേ നോക്കിയേക്കാം. അത് നോക്കിയേക്കാം. ഉണ്ടാവും ചിലപ്പോൾ. നോക്കാം. ചെറിയ പറലാണ്. നല്ല രസം ഉണ്ടാവുക പൊരിച്ചാൽ. നമ്മൾ ഈ കാണുന്ന മാതിരിയല്ല. ആ പുല്ല് നിർത്തോക്കാം. ഉണ്ടോ? 3 കിട്ടേ. ആ 4 വന്നേ. കണ്ണുകൂട്ടി ചാടും. നോക്ക് കണ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു. എന്താ ആ ഉണ്ട് അടുത്ത് രണ്ടെണ്ണം വരട്ടെ. ഇന്ന് പൊരിച്ചാളായി അപ്പളേ. കൊക്കെടുക്ക്. ഇതൊക്കെ പൊളിഞ്ഞു പോയതാട്ടില്ലേ. ഇതെന്ന് വെച്ചാൽ നേരെ സെറ്റപ്പായിട്ട് കെട്ടൊക്കെ ചെയ്തിരുന്നു. വെള്ളം കൂടിയപ്പോഴേ വെള്ളം ഇങ്ങനെ ഇപ്പം ഇറങ്ങിയതാ. വെള്ളം 2 ദിവസം ഇപ്പോൾ കംപ്ലീറ്റ് ഫുള്ളായതാ. അപ്പോൾ പോയതാ. ആകെ 4-5 ഇന്ന് കിട്ടിയോ. ചങ്ങായി 2 കളഞ്ഞപ്പത്തിന് കവറോടെ വെച്ചിട്ട് ഉപ്പരേ കവറോടെ വെച്ചിട്ട് ശരിയാക്കാൻ പോയത്. അപ്പോൾ 2 തന്നെ പോയി വണ്ടി വേലി നടക്കുന്ന ഉള്ളതുകൊണ്ട് ഇളക്കി. മിന്നാന്ന് കണ്ടമാനം കിട്ടിയോ? 2 കിലോ കിട്ടിയോ? ഇനി നമ്മളെ അടുത്തൊരു തണ്ടാടിയോടെയും കെട്ടാണ്ട്. ഒരു തണ്ടാടി ഒന്നിപ്പോൾ നമ്മൾ കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഇവിടെ എവിടെയെങ്കിലും കെട്ടണം. ഇട്ടുമ്പുറത്ത് കാണപ്പെടുന്ന ഒരു പ്രത്യേകത ബ്രിഡ്ജാണിത്. ഏതാ ഇപ്പോൾ ബ്രിഡ്ജ് നോക്കാം. മീൻ നടപ്പോൾ പൂച്ച വന്നു. കണ്ടോ ഒളിച്ച് നോക്കാം. മീനിന്റെ ചൂട് കേട്ട അപ്പോൾ വരും പൂച്ച. അവിടെ നോക്കാം. കണ്ടമാനം കിട്ടി. ചെങ്ങ ആകെ 4-5 മീനെ കിട്ടിയത്. ചെങ്ങ 2 കളഞ്ഞു. യൂട്ടണടി ഏതാ നോക്കാം. കൈലാങ്കുറ്റി. ഇതിന് കൈലാങ്കുറ്റി എന്ന് പറയാട്ടോ. കൈലാങ്കുറ്റി ഞങ്ങൾക്ക് പണ്ട് ആൾക്കാർ കെട്ടിയിരുന്ന കൈലാങ്കുറ്റി. അത് ഇപ്പോഴൊക്കെ അതിന് ചെറിയ സാധനം, ചെറിയ വേർഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പണ്ട് കുറച്ച് വലിയ വേർഷനായിരുന്നു. ഞാനെ കുട്ടിയാകുമ്പോൾ വലിയ വേർഷനായിരുന്നു. ഇത് 1990 കാലത്ത്. നമ്മൾ 90 മോഡലല്ലേ. 90 എന്നല്ല കേട്ടോ, നമ്മൾ 94 മോഡലാണ്. അത് 90 മോഡലുകൾ അങ്ങനെയാണ്. ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഉണ്ട്. നമ്മളിപ്പോൾ അടുത്ത കൂടെ ഒക്കെ ഉണ്ട്. അതിൻ്റെ കുറച്ച് ചെറിയ വേർഷൻ നമ്മുടെ ഒന്നുകൂടി ഉണ്ട്. നമ്മൾ കാണിച്ചു തരാം. എന്താ കൈലാങ്കുറ്റി അടുത്തത് ചെറിയ വേർഷൻ. ഇപ്പോൾ ഒക്കെ ചെറിയ വേർഷങ്ങളാ. വീഡിയോഗ്രാഫർ മുമ്പിൽ നടക്കട്ടെ. കേടാ കൈലാങ്കുറ്റിട്ടോ. നമ്മളവിടെ പറയണതാണ് ഇങ്ങനെ. നിങ്ങളവിടെ എന്താ പറയുക കൈലാങ്കുറ്റി. ഇതിങ്ങനെ കാലെടുത്തിട്ട് ഇങ്ങനെ പണ്ട് നമ്മളെ പരിയത്തെ നമ്മളെ തറവാട്ടുകാർ ഇവിടെ കെട്ടിയിരുന്നു ഈ കുരുത്തി ഇവിടെ. ഇപ്പം എന്താ വെച്ചാൽ അതിൻ്റെ ഒക്കെ പോയി. ഇപ്പോൾ ഇവിടെ കുണ്ട് വേണം. ഇവിടെ അത് കൊണ്ട് ഇപ്പം നമ്മൾ മണ്ണിട്ട് ഉയർത്തിയിട്ടേ കൃഷി വണ്ടിയിട്ട് എന്ത് ഇവിടെ നമ്മൾ കെട്ടിന്ന് പണ്ട് കുരുത്തി. ഇപ്പം അതൊക്കെ പോയി. ഇപ്പോൾ ഫുൾ കൃഷിയാണ്. ഇപ്പോൾ പൂളി അങ്ങനത്തെ കാര്യങ്ങളാണ്. പണ്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് 2 തെങ്ങും തെയ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പൂളിയും കാര്യങ്ങളും സെറ്റ് കൃഷിയായി. ഞങ്ങൾ സാധാ കൃഷി കുടുംബം. അടുത്ത തണ്ടാടി കെട്ടട്ടെ. ഇടയ്ക്ക് നിങ്ങൾ ബ്ലറാവുണ്ട്. നിങ്ങൾ ശ്രമിക്കുകയും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വരികയല്ലേ. അപ്പോൾ നമ്മളൊരു തണ്ടാടി ഈ വളവൊക്കെ ഉണ്ട് അടുത്ത വളവിലാണ് കെട്ടിക്കണത്. അടുത്ത തണ്ടാടി നമ്മൾ ഇവിടെ കെട്ടും. ഇവിടെ എവിടെയും കെട്ടും. ചില ഫിക്സാക്കിയില്ല നമ്മൾ കെട്ടും.
ഇവിടെയൊക്കെ നമ്മൾ വേനൽക്കാലമൊക്കെ കാണുന്ന സമയത്ത് ചൂണ്ടിട്ട് പിടിക്കലൊക്കെ ഉണ്ട് മീനെ. ഇവിടെയൊക്കെ ചൂണ്ടിട്ട് പിടിക്കലുണ്ട്. ഇവിടെയൊക്കെ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല കണ്ണന്മാരും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ കിട്ടും. കണ്ണന് അടുത്ത പറയാൻ നമുക്ക് എല്ലാ നാട്ടിലും വേറെ വേറെ പേരൊക്കെ പറയുന്നത്. കണ്ണന്, ആരല് അങ്ങനത്തെ ഐറ്റംസ് കിട്ടും. വാള അങ്ങനത്തെ ഐറ്റംസ് കിട്ടും ഇവിടെ. ഇയാളെ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് ഫോണിൽ കളിച്ചിരിക്കുമ്പോഴേ ഫോൺ നിങ്ങൾ പോയി വള്ളത്തേക്ക്. ആള് പിന്നെ പൊന്മാൻ്റെ മാതിരി മുങ്ങിയോടെ ഒറ്റ എടുക്കല. ആൾ ചാടി എടുത്തുപോയി ശരിക്കും. ഇപ്പോഴും അതിൻ്റെ ക്യാമറയൊക്കെ എന്തോ പറഞ്ഞ ക്യാമറ കറക്റ്റ് വർക്കിംഗ് അല്ല, എന്തോ സർവീസ് ചെയ്തിരിക്കണു. പക്ഷേ ക്യാമറ ഒരു സുഖമല്ല, ഫോട്ടോ ഒന്നും ക്ലിയർ ഇല്ല. ഇയാൾ പൊന്മാനാണ്, ഇയാൾ നാട്ടിലെ പൊന്മാനാണ്. ഇതേമാതിരി വെള്ളം ഉണ്ടായിരുന്നു വന്നു മഴക്കാലത്ത് തന്നെയാണ്, കഴിഞ്ഞ മഴക്കാലത്ത്. ഇയാൾ രാത്രി ഇവിടെ നിന്നിട്ടേ ഇതേമാതിരി ബൈക്കോട് നിർത്തിയിട്ട് ഫോൺ മരുന്ന് കളിച്ചു. പെട്ടെന്ന് എന്തോ ആയപ്പോൾ വണ്ടി വീഴാൻ പോയതാ. വണ്ടി വീഴാൻ പോയപ്പോൾ കയ്യിൽ നിന്ന് തെറിച്ചിട്ട് നേരെ ഇതൊക്കെ വീണ് ഇവിടുക്കാൻ വീണിക്കിടും. അത് ഞാൻ പറയാം. ഇതൊക്കെ വീണിട്ട് മൂപ്പര് ചാടി മുങ്ങി 2-3 മുങ്ങിയപ്പോൾ മൂപ്പര് സ്ഥാനത്ത്. ഇവന് അതേമാതിരി ഇവന് ഓൾറെഡി പൊന്മാനുള്ള ഫേമസ് ആണുള്ള നാട്ടിലാർക്കും അറിയാം. അപ്പോൾ ഇയാളെ പെരക്കാർ നമ്മളെ പെരിക്ക് വന്നിട്ട് നമ്മളെ കുളത്തിൽ പിന്നെ ചാടിക്കണ്. ചാണ്ടിക്കല്ല, തിരുമ്പാന്ത വന്നാ. അപ്പോൾ ഓൻ്റെ മൂത്തച്ഛൻ്റെയും മനുവിൻ്റെയും ഫോൺ അതിനകത്ത് പോയിക്കണ്. എന്നിട്ട് നെൽപ്പര വിളിച്ചിട്ട് മുങ്ങി എടുപ്പിച്ചിട്ട്. അത് ഞാനാ ഖത്തറില. ഇയാള് മുങ്ങിയിട്ട് 2 ഫോൺ എടുത്തിട്ട് ഇയാളെപ്പോ അവനക്ക് കൊടുത്തിക്കണം 200 രൂപ. 200 രൂപ കൊടുത്തിക്കണം. 200 രൂപ കൊടുത്തിക്കണം. 20 എത്താൻ്റെ കഥ. ഒരു നാണമാനാത്ത ആയിരിക്കും. അങ്ങനത്തെ വിറ്റുകളുണ്ട് ഇവിടെ. അടുത്ത തണ്ടാടി നമ്മൾ കെട്ടാണ്. സ്പോട്ട് കണ്ടു. ഇറങ്ങാണ്, മക്കൾ ഇറങ്ങുന്നുണ്ട്. നോക്കി ഇറങ്ങട്ടാ. നമ്മളൊരു തല ഇവിടെ വെക്കും, ഒരു തല അങ്ങനെ വളച്ചിട്ട് അവിടെ കൊണ്ടുപോയിക്കും. ഓക്കെ, ഇവിടെ നിറഞ്ഞൊടുക്കുന്നു. കുത്തുമുത്തേ കല്ലുവാണോ പിടിച്ചോ കൈമേ? ടൈറ്റല്ലേ? ഓക്കെ, ഞാൻ അവിടെ സെറ്റാക്കാം. പൊങ്ങന്താ ഇവിടെ നിന്ന് പൊങ്ങനല്ലോ. ഇവിടെ നിന്ന് ഒന്നുമില്ലടാ. ഇവിടെ പൊടിച്ച ഒരു കുപ്പിയുണ്ടോ? നമ്മളെ നാട്ടിലത്തെ കുർത്തക്കുഴി പോകണം, കുരുത്തിക്കുഴി. ഇവിടെ ഇങ്ങനെ പോയിട്ടാണ് കുരുത്തി ഉള്ളത്. അതിനൊക്കെ വേറെ സാധനം കാണിച്ചിട്ടുണ്ട്. രാവിലെ സീനുണ്ടായി നമ്മളെ പേരിൽ. കാണിച്ചരം നമ്മളെ പേരാണ് കാണുന്നത്. പച്ച തെങ്ങ് രാവിലെ ഒരു ഉഗ്ഗല. അപ്പോൾ അങ്ങോട്ടൊക്കെ ഉണിക്കണമെങ്കിൽ ഇപ്പോൾ വ്ളോഗൊക്കെ നിർത്തിയിട്ട് നമ്മൾ പേരേറ്റ നിൽക്കേണ്ടിയത്. മറവുകൊണ്ട് കാണില്ല. നമ്മളെ പൂളയാണ്. ആ നാട്ടിൽ കപ്പ, ചില നാട്ടിൽ കപ്പാന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ പൂള. തെങ്ങ് സീനാക്കി കണ്ടോ, കിടക്കണുണ്ടോ? കാണാണ്ടോ? കിടക്കണം. തെങ്ങ് വരങ്ങടിച്ച് കിടക്കണ്ടോ? ഇങ്ങോട്ട് പാടത്തേക്ക് കുണിക്കുക. അതിൻ്റെ മറവുകൊണ്ട് കാണില്ല. നേരെ ഓപ്പോസിറ്റ് സൈഡ് കുണിക്കണേ നമ്മളെ പേരമ്മക്ക്. അന്നിപ്പോൾ പേരായിട്ടുണ്ടായിരുന്നു വണ്ടി വലി. തെങ്ങ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കയറട്ടെ, മന്തിരിമ്മ കയറട്ടെ. തെങ്ങ് സീന് പറഞ്ഞാൽ വലിയ തെങ്ങ്. ഇത് അങ്ങനത്തെ വലിയ തെങ്ങ്. ഇന്ത്യയൊക്കെ പ്രായം ഉണ്ടാവും. ഇന്ത്യക്കാരും പ്രായം ഉണ്ടാവും. ഇന്ത്യ പ്രായമൊന്നും പോരാ. ഇന്ത്യക്കാരും വലിയ പ്രായമുള്ള തെങ്ങാണ്. നമ്മൾ കുട്ടികളുടെ കാലത്തുള്ള തെങ്ങ ആണ് വീണൊരു ഉഗ്ഗല്. അപാര ഉഗ്ഗല് വീണു. സൗണ്ട് ഇപ്പം രാവിലത്തെ മയക്ക് ഇങ്ങോട്ട് വീണോണ്ട് കുഴപ്പമില്ല. പെരമക്കൂടാണെങ്കിൽ പെര പോയി. തെങ്ങ് കിടക്കണുണ്ടോ? ഇനിയിപ്പോൾ ഇത് മുറിച്ചാൽ അതിൽ ആളുണ്ടാക്കണം. വെള്ളത്തിയാതി സംഭവം നമ്മളെ പേര അതാണ്. പക്ഷെ നമ്മളെന്ത് ഈ ബൈക്ക് നിങ്ങളെ കാണിച്ചു. നമ്മൾ ബൈക്ക് വരായി അല്ല, ഇതാണ് അത്താണി. ഈ കല്ലിൻ്റെ മുകളിലേന്ന് ഏതാ പടുകൂട അഞ്ചന്മാർ താഴത്തേക്ക് ഇട്ടുക. പണ്ട് ആൾക്കാർ പോയിന്ന വഴിയാണ്. പണ്ട് ബസ്സും വണ്ടി നിന്ന സമയത്ത് പോയിന്ന വഴിയാണിത്. അപ്പോൾ ഇരിക്കാനും ലഗേജ് വെക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണിത്. അത്താണി എന്ന് പറയും. ഇപ്പം എന്താ അത്താണി? നമ്മളെ പേരൻ്റെ അടുത്താണ്ട് കാലങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല. പോയേക്കട്ടെ, അടുത്ത സ്പോട്ടിലേക്ക് പോയേക്കാം. എന്താ മറ്റേ സാധനം ബടാ ചട. ഗൈസ്, ഇതാണ് നമ്മുടെ അടുത്ത സ്പോട്ട്. നിറച്ച് കുരുത്തിയാണ്, കംപ്ലീറ്റ് കുരുത്തി കറക്റ്റ് കുരുത്തി കണ്ടാൽ ഇങ്ങോട്ട് പോവാം. ഇവിടെ കാണിച്ചു തരാം. ഇതൊക്കെ ആ വള്ളത്തിനെതിരെ ചാടുമ്പോൾ ചാടും. കണ്ട അതിലുണ്ടാവും. ശരിക്കുള്ള കുരുത്തി നമ്മൾ കാണിച്ചു തരാം. ഏതാ വൈബ്? ഇതാ കലങ്ങിയിട്ട് ഇങ്ങനെ വരാം. എന്തൊക്കെ ഭംഗിച്ചിട്ടാ. ഭംഗിയായിരുന്നു നമ്മുടെ 2 ദിവസം മുമ്പേ. അപ്പോൾ നമ്മൾ സ്ഥലത്തുണ്ടായില്ല. ഇതൊക്കെ നല്ലോണം കാണിണ്ടാ. സെറ്റപ്പ് ഉണ്ടായിക്കണോക്കാ. ഏതാ സെറ്റപ്പ്? വെള്ളം തകർത്ത് വരാതിരിക്കാൻ ചാക്കൊക്കെ വെച്ചിട്ട് സെറ്റായിട്ട് വെള്ളം അങ്ങനെ കറക്റ്റ് ചാടിച്ചാൽ നിങ്ങൾ ആ ഓപ്പോസിറ്റാണ് ചാടും. നേരെ ഈ കുഴിക്കൊന്ന് ചാടും. ഈ പുല്ല് വെച്ചെടുത്ത്
അതിനകത്ത് ഉണ്ട് കേട്ടോ, ചാടുന്നുണ്ട് അതിനകത്ത്. അതാ 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 കണ്ടോ, കണക്കൊന്ന് പറയണ്ടോ, അതിനകത്തുണ്ട് അതിനകത്തുണ്ട്. അതാണ് പറഞ്ഞിട്ട്. ഓരോ കാണിച്ചരാം. വെള്ളം പിടിക്കണത്തില്ലേ, വെള്ളം കൂടാൻ മതി. അതാണ് മീനുകൾ. ആണോ ചാടി കണ്ടോ, അങ്ങനെ ഓപ്പോസിറ്റ് ചാടി വരുന്നതാണ്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ചാടിനെ കാണാം ലൈവായിട്ട്. ചാടുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടു. പക്ഷേ ക്യാമറ ഓപ്പൺ ആക്കിയപ്പോൾ അത് പോയി. സാധനം കണ്ടു തരിക കിടക്കാണ്ടോ. അതോ അങ്ങോട്ട് ചാടുന്നുണ്ട് കേട്ടോ. ഇതിൽ വെള്ളം പാടില്ല, അതാ സീന്. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോണത്. കാരണം അതിലങ്ങനെ വെള്ളം നിൽക്കണ്ട, വെള്ളം അപ്പുറത്ത് ഓവ് വഴി ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ സീനാണ്. കാരണം നമ്മൾ വെള്ളം കൂടിയോണ്ട് അതിനകത്ത് വെള്ളം. അപ്പോൾ റിട്ടേൺ പോകണം പോലെ. അതിൻ്റെ റിട്ടേൺ പോകാൻ പാടില്ല, അങ്ങോട്ട് വരാൻ മാത്രമേ പാടുള്ളൂ. കണ്ട ചാടണണ്ടാ, ഇങ്ങോട്ടും വരും. ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ കാണാം. ചാടണല്ലോ. ഒന്നേലും ചാടണണ്ട മതി. ചാടിയതിൽ കിടക്കുന്നുണ്ട്, പക്ഷെ അതല്ല ലൈവായിട്ട് അങ്ങോട്ട് ചാടണമ്പോൾ രസമല്ലേ. ഇതെന്താ മഴയൊക്കെ പെയ്യുമ്പോൾ നിൽക്കാം. അതാ അങ്ങോട്ട് പോകണുണ്ടല്ലേ, വെള്ളം കൂടാൻ പാടില്ല. ഇതിൻ്റെ പുള്ളിക്കാരൻ അവിടെ പോയിന്നാവോ, മുമ്പിലിപ്പോൾ ചോറുന്നാ വൈകേക്കാരോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവിടെ ഒരു പലക എന്തെങ്കിലും വെക്കണം. ഇങ്ങോട്ട് മാത്രമേ വരാൻ പാടുള്ളൂ, അങ്ങോട്ട് പോകാൻ പാടില്ല. ആണോ ചാടി അങ്ങോട്ട് ചാടി പക്ഷെ അതിക്ക് എത്തിയില്ല, വെട്ടം പോയി. അത് കണ്ടിട്ടുണ്ടാവും. ഇത് മഴയാണ് പെയ്തിട്ട് നല്ല കലക്കവെള്ളം വന്നു കഴിഞ്ഞാൽ സ്പീഡിൽ കടക്കറപ്പടോന്ന് ചാടും. കാണല്ല. ചാടി വാ, അത് മതി. അതാ വീണ്ടും ചാടി. ഗൈസ് അങ്ങനെ നമ്മളെ തണ്ടാടി എന്താ അയക്കുക നോക്കാൻ വേണ്ടി വന്നിക്കണേ. ചെക്കന്മാർ ഈ തല മുതൽ ആ തലവരെ നോക്കണുണ്ട്. ഏതായാലും നോക്കട്ടെ. ചെക്കന്മാരെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ് കേട്ടോ. ചെക്കന്മാരൊക്കെ വെൽ ടീമാണ്. ഈ വെള്ളമൊന്നും വിഷയമല്ല. നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഇതിൽ ചാടിയിട്ടും കുളിച്ചിട്ടും മറിഞ്ഞിട്ടുള്ള ടീമാണ്. ഇതൊന്നും ഇതൊന്നും നമുക്ക് കുഴപ്പമില്ല. തോട് ചെറുപ്പം മുതലേ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ചാടി കുളിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ശീലമാവില്ല. അതായത് നമുക്കൊരു വിഷയം തോന്നില്ലല്ലോ, നമുക്ക് അറിയുന്ന സ്ഥലമാകുമ്പോൾ. അറിയാത്ത സ്ഥലങ്ങളൊന്നും പോയിട്ട് ഇതേമാതിരി ഇറങ്ങരുത്. ഇപ്പോൾ എവിടെ ഒരാൾ ഇറങ്ങിയിട്ട് മരിച്ചെന്നൊക്കെ കേട്ടു, മണ്ണാർക്കാട് ഭാഗത്ത്. നമ്മളും പോയിട്ടുണ്ട് അവിടെ. നമ്മളെ ചെപ്പശ്ശേരിക്ക് അടുത്താണ് മണ്ണാർക്കാട് പറഞ്ഞ സ്ഥലം. പ്രത്യേകിച്ച് അവിടെ മഴക്കാലത്ത് ഇറങ്ങാൻ പാടില്ല. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അവിടെ വെള്ളം എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് അങ്ങനെയല്ല. ഇവിടെ നിന്ന് ഇത് കാട്ടിൽ നിന്ന് വരുന്ന വെള്ളം. അതൊക്കെ ഈ ഇവിടെ ഇങ്ങനത്തെ പാടങ്ങൾ, എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊക്കെ ഇതേമാതിരി പാടാ. അവിടെ നിന്നൊക്കെ കംപ്ലീറ്റ് വരുന്ന വെള്ളമാണ്. കുളങ്ങളിൽ നിന്നും. ഇവിടെ ചെറിയൊരു കാടുണ്ട് നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത്, അവിടെ നിന്നൊക്കെ വരുന്നത്. പക്ഷെ അതൊന്നും വലിയ വിഷയമില്ല, നല്ല വെള്ളമൊന്നും വരില്ല. പിന്നെ ഇപ്പോൾ ചെറുപ്പം മുതലേ നമുക്ക് അറിയണം, ഇവിടെ നിന്ന് അങ്ങനെ ഒരു കുരുത്തികളൊന്നുമില്ല, അങ്ങനെ വിഷയമൊന്നുമില്ല. ഇറങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും പല സ്ഥലങ്ങൾക്കും. അവിടെ നിന്ന് അധികം അറിയാത്ത സ്ഥലത്തൊന്നും പോയി ആരും ഇറങ്ങരുത്, റിസ്ക്കാണ്. എന്തിനാ വെറുതെ ജീവൻ കളയുന്നു. മക്കളെ എന്തായി? ഒന്നുമില്ലട്ടാ. എന്താ പോക്കരൊക്കെ ഇതാ പോണത്. തേങ്ങ ഉണ്ട്, തേങ്ങ നല്ലോണം വരുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സംഖ്യക്ക് തേങ്ങ കുടിച്ചേ. ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് നിന്നപ്പോൾ അത് തേങ്ങ അങ്ങനെ പോകണ കാണാൻ പറ്റുള്ളൂ. കണ്ടോ ചെക്കന്മാർ നീന്തണ്ടോ? ഇതൊക്കെ എന്തെന്ന് അറിയുന്നു. ഇപ്പൊക്കെ കൂടെ നീന്തൊക്കെ ചെയ്യാം, പക്ഷെ അതിനൊരു കഴിവ് വേണം. ഒഴുക്കിനെതിരെ നീന്താൻ ഒരു കഴിവ് വേണം. തേങ്ങല്ലേ? തേങ്ങക്ക് പല വലിയുണ്ട്. പക്ഷെ അങ്ങനെ അവിടെയാണ് അയാളെ തിരിഞ്ഞു മറിഞ്ഞ് നിൽക്കുന്നുണ്ട് തേങ്ങ. ആ ഒന്ന്, അതിൻ്റെ അപ്പുറത്തൊന്ന് ഒന്നും നല്ല 4-5 ഉണ്ട് അവിടെ ആ മുക്കിൽ. ക്യാമറ കണ്ണുകളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ അതൊക്കെ തോന്നുന്നു. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഗൈസ് നല്ല മഴ കേട്ടോ. നമ്മളാ തണ്ടാടി വന്ന് എന്തായാലും ഒന്നും കിട്ടിയില്ല നമുക്ക്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ഇവിടെ തപ്പിയിട്ട് പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, മീനേ. അപ്പോൾ അത് ഇവിടെ സ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ രാത്രിയാണ് നമ്മൾ വന്നിരുന്നത്. ആദ്യം കംപ്ലീറ്റ് മീൻ പിടിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ടൈം രാത്രിയാണ്. അതിനൊക്കെ നമ്മൾ രാത്രിയാണ് വന്നിരുന്നത്. പകലൊന്ന് പോയോക്കാം. മാത്രമല്ല പകലൊക്കെ വീഡിയോ കാണുമ്പോഴുള്ളൂ ഇതെന്ത് സംഭവം മനസ്സിലാവുള്ളൂ. രാത്രി ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല. പോയോക്കാം, ഏതായാലും വിട്ടു നോക്കാം. ടീം ബി മുമ്പിൽ നടക്കുന്നുണ്ട്. കാണായി അവന് മുമ്പിലാണ്. മഴയത്ത് കാണായിയാണ്. നല്ല മഴ കൊട. പാടൊക്കെ പണ്ട് ഈ പാടങ്ങളൊക്കെ നെല്ലായിരുന്നു, കംപ്ലീറ്റ് നെല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഈ തോട്ടിൽ നിന്നുള്ള മീനുകളൊക്കെ അങ്ങോട്ട് കയറും. അപ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളം അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടാവും. അവിടെ കെട്ടിത്തേക്ക് അത് കണ്ടമാനം മീൻ കിട്ടും. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ചക്കന്മാരെല്ലാവരും. ഇപ്പം ഒന്നും ഇല്ല. ഇപ്പം ഞാനൊക്കെ മീൻ പിടിച്ചാത്ത കാലം. ഇപ്പം പെരിയത്തെ കുളത്തിൽ അങ്ങനെ പിടിച്ചു എന്നല്ലാണ്ട്
പാടത്തൊന്നും പിടിച്ചല്ല. ഇവിടേക്കൊക്കെ വന്നിട്ട് തന്നെ കുറേ കാലമായിക്കണ്. ഈ ഭാഗത്തൊക്കെ എന്നോ വന്നതാ. പോയേക്കാം. ഇപ്പം കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമൊന്നും ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല. അതായത് മീൻ പിടിക്കാൻ ചെക്കന്മാർ പോകുന്നല്ലാണ്ട് നമ്മൾ പോയിട്ടില്ല. നമ്മൾ വീടിൻ്റെ അവിടെ അങ്ങനെ നോക്കും പിടിച്ചെന്നല്ലാണ്ട് ഇവിടെ നിന്ന് വന്നിട്ട് ബലപ്പം കൂടിയിട്ടില്ല. അപ്പോൾ ഒന്ന് പോയേക്കട്ടെ. അപ്പോൾ ബാക്കി കാണാം. അവിടെ പോയട്ടെ. അവിടെ കത്തല. അവിടെ സ്പോട്ട് അവിടെയാണ്. അവിടെ കത്തലുള്ളൂ. വെയിറ്റ് അങ്ങനെ കറങ്ങി പോകണം അങ്ങോട്ട്. ഇപ്പോൾ വലിയ ആളായിട്ട് കുട കുടിച്ച് നടക്കണം. അവിടെ മുതുവാക്കാണ് നിങ്ങൾ. എന്തിനാ അപ്പോൾ കുട പിടിച്ചിരുന്നു? ഇവിടെ കംപ്ലീറ്റ് നഞ്ഞിക്കണം. പാട്ടാവളിയോ ഏതാപ്പാ കോട? ഇതാണ് നമ്മുടെ സ്പോട്ട്. നമ്മൾ തപ്പി പിടിക്കുന്ന സ്പോട്ട് ഇവിടെയാണ്. ഇതിനകത്ത് ആ താഴെ പോയിട്ട് മുങ്ങിയിട്ടാണ് തപ്പി കഴിഞ്ഞാൽ സാധനം കിട്ടും. അങ്ങനെയാണ് പിടിക്കല്. അങ്ങനെയൊക്കെ പിടിക്കുന്ന സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ പിടിക്കണം ഇവിടെ. രാത്രിയാണൊക്കെ അതിൻ്റെ കറക്റ്റ് കിട്ടുക. അവിടെ മുങ്ങിത്തപ്പൽ. ഒരു രക്ഷയില്ല. ഒറ്റ മീനില്ലെന്ന് പറയണൊക്കെ മാറി. നമ്മൾ ഒരുങ്ങി വന്നപ്പോൾ മീനൊക്കെ കഴിഞ്ഞ്. എന്താ വെച്ചാൽ അരുവ് കൂടെ മീനുകൾ ഇങ്ങനെ കയറും അങ്ങോട്ട്. അത്ര ഒഴുക്ക് കൂടലേക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പോൾ അരുവ് കൂടെ കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടി കൂടെ അങ്ങനെ അരി കൂടെ ഒക്കെ കയറി പോകുമ്പോൾ അവിടെ അങ്ങനെ ഉണ്ടാവും. അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. എങ്ങനെ ഉറച്ച് നിൽക്കണ്ടാവും കല്ലുമൊക്കെ. ആ ഒഴുക്കിനെതിരെ അങ്ങനെ നീന്തിട്ടേ. അപ്പം നമ്മളെ കൈ കൊടുക്കും. അതിൻ്റെ മീൻ കിട്ടാത്ത വിഷമത്തിലേ സംഭാരം കുടിച്ചാ നമ്മൾ രണ്ട് കറച്ചാ പറിച്ച് പറഞ്ഞു. രണ്ട് കറച്ചാ പറിച്ചെന്നാൽ നമുക്ക് കടിച്ചാ പറിച്ചായി. ഇപ്പം മൈസൂർ പാക്കാണ് ഇപ്പം നിന്നത്. ഒരു സംഭാരം ഒന്നും വേണ്ട. നമ്മൾ കടിച്ചാ പറിച്ച് പറഞ്ഞ സുഹൃത്തില്ലേ. കടിച്ചാ പറിച്ച് നമുക്കത് മതി. എന്താ അടുത്ത ടീമേ വന്നിട്ട് വസലായി പോവാണ്. ഒന്നും കിട്ടാതെ പോവാണേ. എന്താ കിട്ടി പറല്ലോ കൊമ്പി പറല്ലോ. ഒന്നും കിട്ടിയില്ല. അപ്പോഴേ നേരം വിളിച്ചാൽ മുങ്ങണങ്ങിയതാണ്. ഒന്നും കിട്ടിയില്ലേ. നമ്മൾ വിചാരിച്ച മാരില്ല. മിന്നാന്ന് വന്നിട്ട് നല്ലോണം സൂം ആയിക്കാം കേട്ടോ. മിന്നാന്ന് ഒരു ഇവിടെ തപ്പിയിട്ട് കിട്ടിയാണ് ഇപ്പോൾ ഇതൊക്കെ. വില്ലന്മാരാണ് കാണുന്ന മാതിരില്ല. കഴിവുണ്ട്. ഇനി നമുക്ക് ഭാഗ്യമില്ല. ഇന്ന് നമുക്കും നിങ്ങൾക്ക് ഭാഗ്യമില്ല കാണിച്ചു തരാൻ. ചെക്കന്മാർ ഇതെന്താണ് മറ്റു സാധനമോ? ഇതൊരു പേരുന്ന മറ്റേ എന്താണ്? ആരല്ല ഇവിടെ ചൂണ്ട കുടിച്ചാണ് മൊത്തം. വലിയില്ല ആരോ ചൂണ്ട കൂട്ടിയാ അടിപൊളി. കൈലാങ്കുറ്റികൾ പിന്നെ ഇവിടെ കണ്ടമോനുണ്ട്. പിന്നെ ഒരു പണ്ട് കാലങ്ങളിലേ മതിലല്ലേ കെട്ടിയിരുന്നു. മറ്റേ സാധനമല്ലേ എന്താ മുള്ളോണ്ട്. അപ്പോൾ വേലി കെട്ടുമല്ലോ. ഈ വേലി കെട്ടുന്ന സമയത്ത് ആൾക്കാർ ഗേറ്റ് ഉണ്ടാക്കുക. അങ്ങനെയാണ് ഗേറ്റ് അങ്ങനെ വരിക. അതെന്ന് വെച്ചാൽ ആടുകൾക്കൊന്നും പുറത്ത് പോകാൻ വയ്ക്കില്ല. എന്നാൽ ആൾക്കാർക്ക് എന്താ വെച്ചാൽ അങ്ങനെ ജസ്റ്റ് കാലെടുത്തിട്ട് ചാടും ചെയ്യാം. പോയി കുറുന്തല ആ വിരിച്ചില്ലേ എന്താ മീൻ കിടക്കുന്നുണ്ട്. മീനോളോടെ നമുക്ക് ചാടണവും റിട്ടേൺ ചാടണവും ഒക്കെ കാണിച്ചു കൊടുത്തിക്കണം. നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വരവ് പോക്ക് കാണിച്ചു കൊടുത്തിക്കണേ. പോക്കുവരവ് നമ്മൾ കാണിച്ചു കൊടുത്തിക്കണേ. അപ്പോൾ പറഞ്ഞു വന്നത് ഗേറ്റ് ഇറങ്ങുന്ന ആൾക്കാരുടെ. അത് ഗേറ്റ് പണ്ട് വെയിലിട്ടുന്ന സമയത്തേ ഗേറ്റ് വെക്കണതിന് പകരം ഈ കൈലാങ്കുറ്റി ഒക്കെ ചെയ്യാം. അപ്പം എന്താ വെച്ചാൽ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ചാടി കിടക്കും ചെയ്യാം. ആടുകളൊക്കെ അധികം ഉണ്ടാവുമല്ലോ. ആട് പശുവൊക്കെ ഉണ്ടാവണം. അത് പണ്ട് എപ്പോഴും അങ്ങനെ എല്ലാ വീട്ടിലുള്ള ആടും പശുവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓർക്കൊന്നും റിട്ട അങ്ങോട്ട് ചാടി പോകാൻ പറ്റില്ല. അതിനാണ് എന്താണോ അടുത്ത സ്പോട്ടെത്തി. കാണുന്ന പേരാണ് നമ്മളിത്. ഇതിൽ കാണുമ്പോൾ തോന്നുന്നുണ്ട് സംഭവം ഇരുത്താണ്. അതാണ് കൈലാങ്കുറ്റിക്ക് അങ്ങനെ സ്റ്റോറി ഉണ്ട്. പിന്നെ ഒന്നാമത് ഇപ്പോഴത്തെ പയ്യന്മാർക്കൊന്നും ഇതെന്ത് സംഭവം എന്നറിയില്ല. അതായത് നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് അറിയുന്നതാണ്. അതേ അത്താണിയെ കാണിച്ചത്. അത്താണിക്കും അതേപോലെ തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്താണി പറഞ്ഞാൽ എന്താ അറിയില്ല. സംഭവം അത് ഇരിക്കുന്ന സാധനം. ഇരിക്കാൻ മാത്രമല്ല ലഗേജ് അധികം ഏറ്റിട്ടേ. ഇപ്പോൾ ഇവിടുന്ന് വെച്ചാൽ നെല്ലായ പറഞ്ഞ സ്ഥലം ഉണ്ടാവില്ല. നെല്ലായ പേങ്ങാട്ടറി. അപ്പോൾ അവിടുന്ന് നടന്നിട്ട് വരിക. എങ്ങനെ മുതിർച്ചി നാവുണ്ടിക്കടവ് റോഡ് പൈക്കൂടെ ഉണ്ട്. പക്ഷേ പണ്ട് ആൾക്കാർക്ക് നടന്ന സ്ഥലമാണ് ഇത്. നേരെ നീണ്ടു പറഞ്ഞു പോയി. അപ്പോൾ ആ പോണ സമയത്ത് അവിടുത്തെ ലഗേജ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിമ വെക്കും. അതേപോലെ പഴമില്ല. ഇപ്പോൾ ഭൂതകാലമായിട്ട് കിടക്കുകയാണ്. നമ്മൾ വീടിൻ്റെ അടുത്ത മില്ല് ഒക്കെ പൊളിഞ്ഞു പോയി. പറയപ്പെട്ട അത്താണി നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ട് കൂടുതൽ വിവരിച്ചപ്പോൾ ഒന്നും കാണിച്ചു തരാന്നുള്ളൂ. നമ്മൾ കണ്ടില്ലേ മണ്ട ഇതിൻ്റെ ഇവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നു. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. നീളത്തിലായിരുന്നു. സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓല പരിക്കും പറഞ്ഞാഴ്ച നമ്മൾ ആ കാണുന്ന പരിക്ക് നമ്മളും പോകും. അപ്പോൾ നമ്മളെ ഈ വ്ളോഗ് മീൻ പിടിച്ചാൽ പോലെ
അടുത്ത മഴ കുരുത്തിക്കുഴി ഇതൊക്കെ സെറ്റപ്പുകളൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടില്ലേ. നമ്മളെ നാട്ടുപുറത്തുള്ളത് നമ്മൾ ഇതുവരെ കാണിച്ചില്ല. കാണിക്കാരണം ഒന്നാമത് ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ഈ പാടത്തൊന്നും ഇറങ്ങില്ല. ഇതൊക്കെ നമ്മളെ പെരീത്തെ ഇതാ നമ്മളെ കൃഷി പൂള ചേന. അപ്പോഴേ ഇതോടുകൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ശരി എന്നാൽ.